5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. 1958 മെയ് 25 തുടങ്ങി ഈ ഇന്നലെ വരെ 2025 മെയ് ജൂൺ വരെ ആകുമ്പോൾ ഏകദേശം 25ഓളം വിമാന അപകടങ്ങളാണ് നമ്മുടെ രാജ്യത്തെ ഞെട്ടിപ്പിക്കുന്ന ഏറ്റവും വലിയ രാജ്യം നടുങ്ങിയ ലോകം നടുങ്ങിയ വിമാന അപകടങ്ങൾ. 1958 മെയ് 25 ഗുഡ്ഗാവിൽ നടന്ന അപകടം, 62 ജൂലൈ 21 സിഡ്നിയിൽ വെച്ചുള്ള 711 മുംബൈക്ക് വന്ന് വടക്ക് കിഴക്ക് വെച്ച് നടന്ന 94 പേരുടെ മരണം, 1963 മെയ് 28 നടന്ന UAE എയർലൈൻസ് വിമാന ദുരന്തം 63 മരണം സംഭവിച്ചു. 1966 ഫെബ്രുവരി 7 37 പേരുടെ മരണം, 1970 ആഗസ്റ്റ് 29 ആസാമിൽ വെച്ച് നടന്ന 39 പേരുടെ മരണം, 72 ആഗസ്റ്റ് 11 ഇന്ത്യൻ എയർലൈൻസിന്റെ ഫ്രോക്കൺ ഫ്രണ്ട് വിമാനം തകർന്ന് 18 മരണം. അതെല്ലാം മരണങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷെ വീണ്ടും ഇങ്ങോട്ട് വരുമ്പോൾ 72 ആകുമ്പോൾ ജപ്പാൻ എയർലൈൻസിന്റെ വിമാനം തകർന്നിട്ട് നമ്മൾ 82 പേർ നമുക്ക് നഷ്ടപ്പെട്ടു. 73 ആകുമ്പോൾ വീണ്ടും ഒരു 72 73 അടുത്തടുത്ത വർഷങ്ങളിൽ വിമാനാപകടം നടക്കുന്നുണ്ട്. 73 മെയ് 31 ആകുമ്പോൾ ഇന്ത്യൻ എയർലൈൻസിനാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ വന്നിട്ടുള്ളത്. ഡൽഹിയിൽ തകർന്ന് ഏകദേശം 48 പേർ മരിച്ചു. 76 ഒക്ടോബർ ആകുമ്പോൾ മുംബൈയിൽ നിന്ന് പോയിട്ടുള്ള വിമാനം മരിച്ചുകൊണ്ട് 95 പേരുടെ മരണത്തിനിടയാക്കി. 78 ജനുവരി 1 വീണ്ടും 76 കഴിഞ്ഞ് 2 വർഷം കഴിയുമ്പോൾ 78 വീണ്ടും 213 പേരും വിമാനത്തിലുണ്ട്. എല്ലാവരും ഇതുപോലെ ഇന്നലെ മരിച്ചതുപോലെ എല്ലാവരും മരിച്ചു. 1978 നവംബർ 19 79 പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തം നടന്നു. 82 ജൂൺ 21 വിമാനത്താവളത്തിന് അടുത്ത് വെച്ച് തന്നെ എയർ ഇന്ത്യ ഫ്ലൈറ്റ് 403 മറിഞ്ഞ് 17 പേർ മരിച്ചു. അതെല്ലാം വിമാനത്താവളത്തിന് അടുത്ത് വെച്ച് നടന്ന മരണങ്ങളാണ്, അപകടങ്ങളാണ്. പിന്നെ മുകളിലോട്ട് പോയിട്ടും വന്നിട്ടുണ്ട്. കാനഡയിൽ വെച്ച് നിന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള വിമാനം 1985 ജൂൺ 23 329 യാത്രക്കാരുടെ ജീവനക്കാരും മരിച്ചു പോയിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 1985 അങ്ങനെ വലിയൊരു അപകടം ഉണ്ടായിട്ടുണ്ട്. 88 ഒക്ടോബറിൽ വീണ്ടും 131 പേരുടെ മരണം സംഭവിച്ചു. 90 ഫെബ്രുവരിയിൽ 92 പേരുടെ മരണം, 91 മാർച്ചിൽ 90 നടന്നു. നോക്കൂ, വീണ്ടും തൊട്ടടുത്ത് 91 മാർച്ചിൽ നടക്കുന്നു. അപ്പോൾ തന്നെ അതിൽ തകർന്നതും 28 മരണം. വീണ്ടും 91 ആഗസ്റ്റ് ആകുമ്പോൾ ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം തൊട്ട് പിറ്റേന്ന് കൊൽക്കത്തയിൽ നിന്ന് ഇംഫാലിലേക്ക് പോയിട്ടുള്ള വിമാനം മരിഞ്ഞ് 69 പേരാണ് മരിച്ചത്. അപ്പോൾ നോക്കൂ, ഒരു കാലഘട്ടം 25 വർഷത്തെ കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ 58 മുതൽ ഇങ്ങോട്ട് 2025 എടുത്തു കഴിഞ്ഞാൽ 25ഓളം മരണങ്ങളാണ്, അല്ലെങ്കിൽ 25ഓളം സംഭവങ്ങളാണ് ദുരന്തമായിട്ടുണ്ടായത്. അതുപോലെ 1993 ഈ വളരെ ഒരുപാട് വർഷമായിട്ടില്ല, ഏപ്രിൽ 26 പിന്നെ ഔറംഗാബാദിൽ നിന്ന് പോയിട്ടുള്ള ഇന്ത്യൻ എയർലൈൻസ് 55 പേരുടെ മരണത്തിനിടയാക്കി. 96 നവംബർ 12 ആകുമ്പോൾ വീണ്ടും 96 നവംബർ 12 സൗദിയിലേക്ക് പോയ വിമാനം ഇതുപോലെ മരിച്ചിട്ട് ഒരുപാട് 349 ആളുകൾ മരിച്ചു. അപ്പോൾ 85 വിമാന അപകടവും 96 വിമാന അപകടവുമാണ് ഇതിനു മുമ്പ് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിട്ടുള്ള അപകടം. അതുപോലെ തന്നെ പിന്നെ 68 പേരുടെ മരണത്തിനിടയാക്കിയിട്ടുള്ള 96 നവംബർ 30 ഒരു അലയൻസ് എയർലൈൻ്റെ യാത്രാ വിമാനം ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. 98 ജൂലൈ 17 പാറ്റ്നയ്ക്ക് അടുത്ത് വെച്ച് വിമാന അപകടം ഉണ്ടാവുകയും അതിനകത്ത് നിരവധി 55ഓളം പേര് മരിക്കുകയും ചെയ്തു. 2010 പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ അടുത്തടുത്ത് വരികയാണ്. 2010 ആകുമ്പോൾ വീണ്ടും 58 പേരുടെ മരണത്തിനിടയാക്കിയ വിമാനാപകടം ദുബായിൽ നിന്ന് മംഗലാപുരത്തേക്ക് പറന്നുയർന്ന് നടന്നു. 2011 ആകുമ്പോൾ ഹരിയാനയിലെ ഫരീദാബാദിൽ ചെറിയ വിമാനമാണ് അന്ന് തകർന്ന് ഫരീദാബാദിൽ 10ഓളം മരണം. എന്നാൽ കേരളത്തിലും അടുത്തിടെ നമ്മുടെ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും കുറച്ച് ഇത് പറഞ്ഞു, അന്ന് 21 പേരാണ് മരിച്ചു പോയിട്ടുള്ളത്. ഇപ്പൊ അങ്ങനെ ഒരു 10-24ഓളം വിമാന ദുരന്തങ്ങൾ തന്നെ ഭാരതത്തിലുണ്ടായി. ഇപ്പൊ ഏറ്റവും അവസാനം 25ാമത്തെ ദുരന്തമായിട്ട് 2025 ജൂൺ 12 ദുരന്തം 290ഓളം പേരെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഇതിനു മുമ്പ് 1996 1985 ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിട്ടുള്ള സംഭവം. 349 350 പേരോളം മരിച്ചിട്ടുള്ള സംഭവം ഉണ്ടായത് 96 85 അപ്പൊ കഴിഞ്ഞൊരു 10-50 വർഷക്കാലത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ 10-70 വർഷം സ്വതന്ത്ര ഇന്ത്യയിലെ കണക്കെടുത്താൽ 25ലധികം വിമാന അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ കൂടുതലും ഇന്ത്യൻ എയർലൈൻസിനാണ് ഉണ്ടായിട്ടുള്ളത്. അത് വാങ്ങിയിട്ടുള്ളതും വിദേശങ്ങളിൽ നിന്ന് രാജ്യങ്ങളിൽ വാങ്ങിയിട്ടുള്ള വിമാനങ്ങളിലാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിമാനയാത്ര മറ്റ് യാത്രകൾ പോലെ തന്നെ സുരക്ഷിതമല്ലാതായി മാറുകയാണോ എന്നുള്ള ചോദ്യം വളരെ പ്രധാനമാണ്. തീർച്ചയായും ആകാശത്ത് വെച്ച് നടക്കുന്ന അല്ലെങ്കിൽ ഉയരങ്ങളിൽ വെച്ച് നടക്കുന്ന സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഉയരങ്ങളിലേക്ക് പറക്കുന്നവരിൽ വെച്ച് നടക്കുന്ന, പ്രത്യേകിച്ച് നമ്മൾ NRIക്കാരെന്നൊക്കെ പറയുമ്പോൾ വലിയൊരു സംഖ്യയാണ് എല്ലാ വർഷവും വിദേശ രാജ്യങ്ങളിലേക്ക് ഭാരതത്തിൽ നിന്നും കേരളത്തിൽ നിന്നും പോകുന്നത്. പ്രത്യേക കേരളത്തിൽ നിന്നൊക്കെ വലിയ സംഖ്യയാണ് പോകുന്നത്.
അവരുടെ സ്വപ്നയാത്ര എന്ന് പറയുന്നത് വിമാനമാണ്. നമ്മൾ ഏതൊരു പൗരനെ സംബന്ധിച്ചും കുട്ടിയെ സംബന്ധിച്ചും വിമാനത്തിൽ കയറുന്നു എന്ന് പറയുന്ന ഒരു സ്വപ്നം തന്നെയാണ്. വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. അങ്ങനെ ഏറ്റവും സോഫിസ്റ്റിക്കായിട്ടുള്ള മനോഹരമായ ആ വിമാനയാത്ര അരക്ഷിതമായി മാറുന്നതിൻ്റെ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്. പക്ഷേ എന്ന് വിചാരിച്ച് ഇനി ആരെങ്കിലും വിമാനയാത്ര ചെയ്യാതിരിക്കുമെന്നില്ല. അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ ഇത് നടന്നതിന് ശേഷവും വിമാന ഷെഡ്യൂളൊന്നും റദ്ദാക്കിയിട്ടില്ല. കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ എന്നാൽ പോലും ഞാൻ ചരിത്രം ഒന്ന് പറഞ്ഞു. ഈ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ 1958 മെയ് 25 തുടങ്ങി ഇപ്പോഴത്തെ ജൂൺ 12 ആകുമ്പോൾ 25 ജൂൺ 12 ആകുമ്പോൾ 25-ലധികം അപകടങ്ങൾ നടന്ന നമ്മൾ പിന്നെ ചെറുതായിട്ട് നടന്നുള്ള ഒരുപാട് അപകടങ്ങളുണ്ട്. അതേസമയം രാജ്യം നെട്ടിയ, ലോകം നടുങ്ങിയ അപകടങ്ങൾ ഞാൻ ഇതിനു മുമ്പേ സൂചിപ്പിച്ചവയാണ്. തീർച്ചയായും നമുക്ക് ഇനിയും ഒരു അപകടം കേൾക്കുവാനും നടുങ്ങുവാനുമുള്ള മാനസികാവസ്ഥ ഭാരതീയനില്ല, കേരളീയർക്കുമില്ല. തീർച്ചയായും നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ആഗ്രഹിക്കാം, ഇനി ഏറ്റവും സുരക്ഷിതമായ വിമാന യാത്രകൾ ഉണ്ടാകട്ടെ, ഇനിയും ഒരു ജീവനും ഇവിടെ പൊലിയാതിരിക്കട്ടെ.